ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മദ്രസ ഉള്ള ദിവസത്തെയും സ്കൂളില്ലാത്ത ദിവസത്തെയും ഒരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞു കേട്ടോ. നിസ്കരിക്കാൻ വേണ്ടി പോയി. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേഗം നമുക്ക് സമയമില്ല, വേഗം മദ്രസയിൽ പോകണം. അപ്പോൾ സമയം ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ 5:45 ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തു. ഒന്ന് ക്വസ്റ്റ്യൻ ചോദിക്കലൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തു. അത് ഞാൻ ക്ലിപ്പ് എടുത്തിട്ടില്ല, വേഗം തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ സമയത്ത് ക്ലിപ്പ് എടുക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല. പിന്നെ അങ്ങനെ മദ്രസക്ക് പോയി. പിന്നെ അതിന് ശേഷമുള്ള ക്ലിപ്പുകളാണ് ഇതൊക്കെ ഉമ്മയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ മദ്രസയിലാണ്. അപ്പോൾ ഇവിടെ ദോശ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പൊതുവെ രാവിലെ മദ്രസയിൽ പോകുമ്പോൾ അങ്ങനെ ഫുഡൊന്നും കഴിക്കാറില്ല കേട്ടോ. കാരണം എനിക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചു, ചിലപ്പോൾ റസ്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചായയിൽ മുക്കിയിട്ട് കഴിക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. ഉമ്മ ചായ ഉണ്ടാക്കി തരും. എനിക്ക് ദോശ ഇഷ്ടമല്ല രാവിലെ തന്നെ കഴിക്കാൻ. ഒന്നാമത്തെ പ്രശ്നമാണ്, എനിക്ക് രാവിലെ തന്നെ ദോശ കഴിച്ചാൽ വോമിറ്റിങ്ങൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ അങ്ങനെ ഒന്നും കഴിക്കില്ല, ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചു. അപ്പോൾ റസ്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചായയിൽ മുക്കി കഴിക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ മദ്രസ കാരണം എനിക്ക് രാവിലെ 6 മണിക്ക് തുടങ്ങും. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് വേഗം തന്നെ പോകണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങി. പിന്നെ ഉമ്മ അവിടെ കൂട്ടാൻ്റെ പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അനിയൻ മദ്രസയിൽ പോയി. പിന്നെ വന്നിട്ട് ഉമ്മ ബാക്കിയുള്ള ദോശയൊക്കെ ചുട്ട് കൂട്ടാനൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അനിയൻ പോകുന്ന സമയമാകുമ്പോഴത്തേക്കും പകുതി ദോശയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ എനിക്കുള്ള ദോശ വെച്ച് കൊടുക്കും. എനിക്കുള്ള ദോശ കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ളത് ചുടുകയാണ് ചെയ്യുക. കാരണം ഓൻ പിന്നെ രാവിലെ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോവുക. കാരണം 7:30 പോവുക. ആ സമയത്തൊക്കെ ഓന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോവുകയാണ്. അപ്പോൾ ഓന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോയിട്ടുണ്ട്. ഞാൻ മദ്രസയിലാണ് കേട്ടോ. ഓനവിടെ എത്തുമ്പോഴത്തേക്കും ഞാൻ വീട്ടിലെത്തും. കാരണം ആ ടൈം അങ്ങനെയാണ് മദ്രസത്തെ ടൈം. 2 ബാച്ചായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ബാച്ചും സെക്കൻഡ് ബാച്ചും ആയതുകൊണ്ട് 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ ഉള്ളവർക്കാണ് ഇത് 7:30 പോയാൽ മതി. ബാക്കി 6 മുതൽ +2 വരെ ഉള്ളവർക്കൊക്കെ മോർണിംഗ് 6 മണിക്ക് തുടങ്ങും. അപ്പോൾ അങ്ങനെ പോകണം. ഉമ്മ അവിടെ 2 പണിയും കൂടി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദോശ ചുടലും അപ്പുറത്ത് കൂട്ടാൻ്റെ കാര്യങ്ങളും രണ്ടും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കൂട്ടാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എഗ്ഗ് നമ്മൾ ചിക്കി പരത്തിയിട്ട് ഉണ്ടാക്കില്ല, അതാണ് കേട്ടോ. അപ്പോൾ തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതൊക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കൂട്ടാനൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കൂട്ടാൻ. അതൊക്കെ ഉണ്ടാക്കി ഒക്കെ റെഡിയാക്കിയിട്ട് പിന്നെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഏകദേശം എത്തും. ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങളെ വിട്ടിട്ടുണ്ടാവും കേട്ടോ. കാരണം ഒക്കെ ഒരു 7:30 ഉമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുക. അപ്പോൾ ഒരു 7:15 ഞങ്ങളെ വിടും. അപ്പോൾ അതുകൊണ്ട് തന്നെ 7:30 ആകുമ്പോഴത്തേക്കും ഞാനും വീട്ടിലെത്തും. അപ്പോൾ ഞാനും ഉമ്മയും കൂടി ഒപ്പമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഞാനെത്തി. ഇപ്പോൾ ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്തു. ഞാനും ഉമ്മയും കൂടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അതവിടെ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പോയിട്ട് അരിയൊക്കെ എടുത്ത് കൊടുന്ന് നല്ല വൃത്തിക്ക് കഴുകി റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ചാൽ ഇടാനായിട്ട് അരി കഴുകി ഇതാക്കി വെക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഞാൻ ഒറ്റ പ്രാവശ്യം കഴുകുന്ന ഒരു ക്ലിപ്പ് എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ 2-3 പ്രാവശ്യം കഴുകിയിട്ടാണല്ലോ നമ്മൾ ഇടുള്ളൂ. അപ്പോൾ അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ കഴുകിയിട്ടുണ്ട്. അത് ഞാൻ ഒറ്റ പ്രാവശ്യം ഉള്ളതേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ വെള്ളമൊക്കെ തിളച്ചു. പിന്നെ അതിൽ നിന്നൊരു 2-3 കപ്പ് മാറ്റി വെക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ കുടിക്കണമല്ലോ, പല അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഒരു ആ തിളച്ചതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കും. കാരണം അതൊരു കിച്ചണിലാക്കിയിട്ട് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് എടുത്ത് കുടിക്കാനായിട്ട് അവിടെ വെക്കുകയാണ് ചെയ്യുക. പിന്നെ അടുക്കളയിലും ഒരു കുടുക്കയിൽ വെക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ കുറച്ച്.
പിന്നെ അരിയൊക്കെ ഇട്ടിട്ടുണ്ട്, വെള്ളം തിളച്ച് അരിയൊക്കെ ഇട്ട് ഫുൾ ചോറ് സെറ്റായി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള കറിയുടെ കാര്യങ്ങളും കൂട്ടാനും അങ്ങനെയൊക്കെ ഉണ്ടാക്കണം. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ മോറാനുണ്ടായിരുന്നു, അരി വെച്ചതിൻ്റെയും പിന്നെ അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചതിൻ്റെയൊക്കെ കുറച്ച് പാത്രങ്ങൾ മോറാനുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ അമ്മ മോറിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ കറിയുടെ പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങി. കറി വെക്കുന്നുണ്ട്, അതിനുള്ള ഐറ്റംസൊക്കെയാണ് ഇരിക്കുന്നത്. തേങ്ങ അരച്ചിട്ടാണ് കറി വെക്കുന്നത്, അപ്പോൾ അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഷ്ണങ്ങളൊക്കെ ചെത്തിയിട്ടിട്ട് അതിലേക്കുള്ള 2-3 പൊടികളൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടാണ്. പിന്നെ തേങ്ങ ചെറുകിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാലല്ലേ തേങ്ങയൊക്കെ പാരി നമ്മൾ. അപ്പോൾ ഞാനിവിടെ മീനിന് തീറ്റിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ചെറിയൊരു അക്വേറിയം ഉണ്ട് ഇവിടെ, ഇങ്ങനെ ഒരു ചില്ലിൻ്റെ ചെറിയൊരു അക്വേറിയം ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് കനിയും പിടിച്ചിടുന്നതാണ്. ഇപ്പം മഴക്കാലം ആകുമ്പോൾ ഞാനുണ്ടാവും പോയിട്ട് ജസ്റ്റ് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചുണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ മദ്രസക്ക് പോകണ വഴി തന്നെയാണ് ഒരു തോടും ചാലും അതേപോലെ കനാലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ മീൻ കിട്ടും. അപ്പോൾ ഞങ്ങൾ വെറുതെ ചാലിൽ പോയിട്ട് കുറേ അതിൽ അത്യാവശ്യം മീനുണ്ട് കേട്ടോ. ചാലിൽ പോയിട്ട് മീനൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അതിന് തീറ്റൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഇവിടെ ചോറ് അപ്പോഴത്തേക്കും ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കൂട്ടാൻ്റെ പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങി. പയർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പയറും ചെറിയുള്ളിയും വേപ്പിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പയർ തോരനാണ് ഇനി വെക്കുന്നത് കേട്ടോ. ഈ ക്ലിപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം നല്ലൊരു ഗ്രീനറി ഫീല് അതിനുണ്ട് കേട്ടോ. ഒരു പച്ച കളർ മാത്രമായിട്ട് നല്ല രസമുണ്ട് ഇങ്ങനെ കാണാനായിട്ട്. അങ്ങനെ കൂട്ടാനൊക്കെ അടച്ച് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ചോറ് ഊറ്റലും കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും കറി തിളച്ച് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടഞ്ഞ് ചെറുതായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് തേങ്ങാപ്പാൽ പാരൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ ഫുള്ള് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ട്. ഫുൾ ക്ലീൻ ചെയ്ത് സെറ്റായിട്ടോ. അടുക്കള വീതന കാര്യങ്ങളൊക്കെ ഫുൾ ക്ലീൻ ചെയ്തു. പിന്നെ ഓരോ ഐറ്റംസ് കാണിച്ചു തരികയാണ്. ചോറ്, കറി, പിന്നെ ഉണക്കൽ മീൻ പൊരിച്ചത്, പയർ തോരന്, അങ്ങനെ ഫുൾ സെറ്റായി വെച്ചിട്ടുണ്ട്. ഒക്കെ ആ ഒരു കംപ്ലീറ്റ് ആ ഒരു സൈഡ് ഫുള്ള് ക്ലീൻ ആക്കി കഴിഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ മോറാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മോറി. ഇതാണ് ആ ഒരു സിങ്കിൻ്റെ ആ ഒരു ഭാഗത്തെ ഫൈനൽ ലുക്ക്. നല്ല വൃത്തിയായി വന്നിട്ടുണ്ട്. 2 ഭാഗവും അടുക്കള ഏകദേശം പണികൾ കഴിഞ്ഞിട്ടു. ഇനി നിലം തുടക്കാനേ ഉള്ളൂ. പിന്നെ ഞാനാണ് ഈ ഒരു ക്ലിപ്പൊക്കെ എടുത്തിട്ടുള്ളത്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ക്ലിപ്പൊക്കെ ഞാൻ എടുത്തു കേട്ടോ. എൻ്റെ ഡ്യൂട്ടിയാണ് അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ. അടിച്ചു വാരൽ ഞാനാണ്, തുടക്കലും ഉമ്മയും. അപ്പോൾ ഞാൻ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്, സിറ്റ് ഔട്ട് അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് സ്കൂൾ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് സയൻസ് ലാബൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഐറ്റംസൊക്കെ തപ്പിയ ഒരു കോലാണ് എൻ്റെ റൂമിലേക്ക് കാണുന്നത്. ഡിസ്പോസിബിൾ ഗ്ലാസ്, ട്യൂബ്, ഫില്ലർ, അങ്ങനത്തെ ഓരോ ഐറ്റംസൊക്കെ വേണം. അപ്പോൾ അതിനുള്ള ഇതൊക്കെ എടുത്തപ്പോഴത്തേക്കും റൂമിൻ്റെ അവസ്ഥ ഒരു വല്ലാത്തൊരവസ്ഥ ആയിരുന്നു. പിന്നെ ഞാൻ ഫുൾ ക്ലീൻ ആക്കി എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. എൻ്റെ ടേബിളാണിത്, നല്ല വൃത്തിയിൽ വന്നിട്ടുണ്ട്. ഫുൾ റെഡിയാക്കി വെച്ചു കേട്ടോ. കുറച്ച് കഷ്ടപ്പെട്ടു, കാരണം എല്ലാ ഐറ്റംസും എടുത്ത് മാറ്റി ഒക്കെ റെഡിയാക്കി വെച്ചപ്പോഴത്തേക്കും തീരുമാനമായി ഏകദേശം. ഫുൾ എടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, സയൻസ് ലാബ് പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു എനിക്ക്. സ്കൂളിൻ്റെ മറ്റേ സയൻസ് ലാബ് പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഐറ്റംസൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കണം സയൻസ് ലാബ്. അപ്പോൾ അതിൻ്റെ ഐറ്റംസൊക്കെ ഇങ്ങനെ ഒക്കെ നോക്കി റെഡിയാക്കി വെച്ചപ്പോഴത്തേക്കും ഏകദേശം ഒക്കെ സെറ്റാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മ ഇതാ തുടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ